ഹലോ, ഹായ്. മിസസ് ഡോട്ട് കേസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മനാലിലോട്ട് പോകാനുള്ള പുറപ്പാടാണ്. ഇതാണ് ഞങ്ങളുടെ ബസ്, വോൾവോ ബസ്. ഇവിടുന്ന് ഒരു രാത്രി വേണം മനാലി ചെല്ലാൻ. അതായത് ഇപ്പോൾ ഒരു ഈവനിങ് 6:30 മണിയായി കാണും. ഏകദേശം 6:30 മണിയായി. പിറ്റേ ദിവസം രാവിലെ 8 മണി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എൻ്റെ സീറ്റ് ഞാൻ പിടിച്ചു, ചേട്ടനിപ്പുറത്ത്, പിള്ളേർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡ് സീറ്റിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ലോങ് ട്രിപ്പ് ബസ്സിൽ പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനാലിയിൽ അടുക്കാറായി. രാവിലെ ഏകദേശം ഒരു 7:30 മണിയായി. ഇതെല്ലാം അന്ന് കഴിഞ്ഞ വർഷമോ അതോ 2 വർഷം മുമ്പെങ്ങാണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായതാണ്. ഈ സൈഡെല്ലാം കല്ലെല്ലാം വന്ന് വീണ് കിടക്കുന്നത്. അങ്ങനെ മനാലി വോൾവോ ബസ് സ്റ്റാൻഡിൽ നമ്മളെത്തി. അങ്ങനെ ബാഗ് സാധനങ്ങളെല്ലാം ഇറക്കി, നമ്മൾ ഡ്രൈവറും ഒരു ഡ്രൈവർ വരാൻ നോക്കി നിന്നാണ്. ഡ്രൈവർ വന്നിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടല്. നല്ല രസമാണ് ഇവിടെ കാണാൻ വെളിയിലൊക്കെ. ഇത് നോക്കി, ഈ റോസപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പയിൽ തന്നെ ഒരു 10-20 പൂവാണ്. അതും നമ്മുടെ ഈ വലിയ പൂവ്, നമ്മുടെ ഒരു 10 പൂവ് കാണുന്നതാണ് അവിടുത്തെ ഒരു പൂവ്. നോക്കി, റോസുണ്ട്, വൈറ്റുണ്ട്, പിങ്കുണ്ട്, അതുകൊണ്ട് എല്ലാ കളറും ഉണ്ട്. ഇതാണ് നോക്കി, ഇത് കണ്ട് നിൽക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ട് നിന്ന് പോകും. അതുപോലെ പൂവാണ് ഇതിലെല്ലാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓണറാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടാണിത്. എന്തുമാത്രം റോസപ്പൂവാണോ! ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പിടിക്കത്തില്ല. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയ്ക്കാണത് പിടിക്കുന്നത്. അതായത് തണുപ്പ്, ചൂടില്ലല്ലോ, അതുകൊണ്ടാണ്. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ, നല്ല ഭംഗിയായിരുന്നു. നല്ല രസമാണ്. എന്താ വെച്ചാൽ അവിടെ മൊത്തം ഒരു റൂം പോലും കാലിയില്ല. നമ്മൾ റൂമിനകത്തോട്ട് കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് അവർ കാലി ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂ. അതുപോലെ റൂമെല്ലാം ഇതാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ഫ്രഷപ്പായി നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അതായത് ഡ്രൈവറും കാറും ഒരു പാക്കേജ് തന്നിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ പുള്ളി വന്നു നമ്മളെ പിക്കപ്പ് ചെയ്ത് സൈറ്റ് സീയിങ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതായത് അവിടെ ഒരു മാർക്കറ്റുണ്ട്, ആ മാർക്കറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് നമ്മളെ. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. അതായത് ഇപ്പം സീസൺ ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് റോഡ് മൊത്തം ജാമാണ്. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-5 മണി വരെയാണ് നമ്മുടെ ടൈം. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അന്ന് ഇത് മൊത്തം ആപ്പിൾ ട്രീ ആണ് അവിടെ കണ്ടത്. ഇപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഐസ്ക്രീം വേണ്ടേ? അവിടെ ഉണ്ടല്ലോ. എവിടെ? അതല്ലേ ഇത്.
വാ വാ ഇപ്പറേ. എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളും അവിടുത്തെ സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ സ്ട്രോബെറി, ഇവിടെ ഇഷ്ടംപോലെ സ്ട്രോബെറി നല്ല ഫ്രഷായിട്ട് കിട്ടും. ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ കൊട്ടയമായിട്ട് നിൽപ്പുണ്ട് ആൾക്കാർ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെല്ലാം അവിടെ എന്തോ പാട്ട് കേട്ട് അങ്ങോട്ട് പോവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഏതോ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. ഉടമ്പ ടെമ്പിളും എന്തുണ്ട്. യാക്ക് കണ്ടോ, യാക്ക് എന്ത് കഷ്ടമാണ് അതിൻ്റെ മൂക്കയിൽ ഇങ്ങനെ വെച്ചിട്ട്. പക്ഷെ അത് കയറാനുള്ള നമുക്കൊരു ഇതില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കയറിയില്ല അതിൻ്റെ മണ്ടയ്ക്ക്. പക്ഷെ നല്ല രസമാണ് അതിനെ കാണാൻ, എന്ത് രസമാണ് കാണാൻ, ഒത്തിരി ഉണ്ടായിരുന്നു. 10 रुपये ले लो. अरे 10 का क्या आता है? 10 बस. ഇതൊരു ടെമ്പിളാണ്. ഇത് അതിനകമെല്ലാം ഒത്തിരി പബ്ലിക്കാണ്. അവിടെ എല്ലാം നമ്മൾ കയറി കണ്ടു. अच्छा चीज़ होता है, पेट की वायु, गैस, कब्ज, डायबिटीज, जॉइंट। तुम लोग ज़्यादा पैसा बोल रहे हैं ना. नहीं हो पलटा है। എടാ ഇതാ മറ്റേ പാട്ടില്ല അർജുൻ ആ കയ്യിൽ വരയ്ക്കുന്ന ആ പാട്ട് വെച്ച് ഞാൻ വരപ്പിക്കാം. കയ്യെ ഒരു പാട്ട് വരയ്ക്കുന്നത് അറിയില്ലേ? കയ്യിൽ ഇപ്പോൾ ഒരു പെൻസിൽ വെച്ച് ഞാൻ വരപ്പിച്ചിട്ട്. यूज करके देखो सर, अभी हमारा नंबर लेके जाएगा ना सर, कभी इनाम भेजेगा। ये अच्छा है इब्राहिम, अपना पेट ये देखो ओरिजिनल ये किसको क्या, ये देखो दुनिया ऐसा हो गया. नहीं सर, दुनिया पांचों उंगली एक बराबर थोड़ी होता है, सभी थोड़ी होता है सर। इसको वैसे सबको क्या है बोल के नहीं मालूम. ओए भाई ऐसे करो अंकल जी नमस्ते, ऐसे करो दूर दूर यहाँ काम दो हमारे को करने. आज ऐसे यहाँ पैसे तेरे पहले बोल रहे हैं सच्चे बोलते हैं, मैं फोटोग्राफर पीछे पीछे बैठो सच्चे वाला जब है मिला कमा लम्बा ऊपर जब मैं ला दे रहा हूँ करा मैं जिक्र दी मुंह पॉन्ड रहे हैं अकबर सच्चे से नहीं ना फोटो दे रहा ഫോട്ടോ എടുത്താണ്ട് അത് തോളത്തെടുത്തോണ്ട് അതെ माँ मत ठहरा देखिए भगवान के तुम्हारा इन्ना सच्चे बोलते हैं. फूल जेडी आजा, फूल जेडी आजा. रामा सिंह लाल दूध आते हैं. चलो ऊपर जाएंगे, चलो चल चल ऊपर जाएंगे, चलो ऊपर चले जाएंगे, ऊपर ऊपर शूट के लिए जाएंगे. अब इन्हें വരുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നിന്നെ വരുന്നുള്ളൂ. വാ ഫൂൽ ചെടി ആജാ. നീ കാ చెప్పు മാടി
നീ മാറിടാ കയറിക്ക. നിനക്ക് നല്ലതായിട്ട് ഒത്തിരി, നീ ഇവിടെ കൂടിക്കൂ. ഇങ്ങോട്ട് നോക്കി മോന്റെ മാത്രം ഇങ്ങോട്ട് ആക്കിയാൽ മതി. ശരി വേടാ ഇങ്ങനെ ഒരു ഫോട്ടോ എടു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണുന്നത് വരെ നമസ്കാരം.